ധ്യാൻ മൂവി എന്ന് പറയുമ്പം പല ആസ്പെക്ട്സിലും യു ഹാവ് വർക്ക്ഡ്. റൈറ്ററാണ്, ഡയറക്ടറിന്റെ ഹാറ്റ് ഇട്ടിട്ടുണ്ട്, ആക്ടറാണ്. ഇതിൽ ഏത് റോൾ പ്ലേ ചെയ്യുമ്പോഴാണ് ഏറ്റവും സെൽഫ് ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു റോൾ ഏതാണ്? ആക്ടറാണോ, ഡയറക്ടറാണോ, അതോ റൈറ്ററാണോ? ഓഫ് കോഴ്സ് ഡയറക്ഷൻ നമ്മളാണ് അതിൻ്റെ ക്യാപ്റ്റൻ, യു ആർ ലീഡിങ് ദ എൻറ്റയർ ടീം. അല്ലെങ്കിൽ നമ്മൾ നന്നായി, അല്ലെങ്കിൽ ആ അത്രയും ദിവസത്തോളം നമ്മൾ അതിനെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ അൾട്ടിമേറ്റ്ലി നമ്മുടെ ആവശ്യമാണ് ആ സിനിമ നന്നാവേണ്ടതും നമ്മുടെ സെറ്റാണെന്നുള്ളതും. ആ സെറ്റിൽ ഇപ്പോൾ ഇവിടെ പേളി വന്നിട്ട് നിൽക്കുന്ന സമയത്ത് ഇറ്റ്സ് യുവർ ടീം. അവിടെ വന്നിട്ട് പേളി വന്ന് ചൂടാവുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആ എനർജി ഭയങ്കര വേറെ രീതിയിലാവും. ഓക്കെ, ഡള്ളാവും, അല്ലെങ്കിൽ നെഗറ്റീവ് ആവും. പിന്നെ ആൾക്കാരും പൊമ്പേളി പോയി കഴിഞ്ഞാൽ പറയും ആ തെണ്ടിക്ക് അവളെ പോയാ, അല്ല അങ്ങനെയൊക്കെ പറയും, വെളിനെ കുറ്റം പറയും. അവള് വരും വലിയ ഓടുന്ന അവളെ അമ്മമ്മയുടെ സാരി കൊടുത്ത് അവളുടെ ഒരു പായാരം, അവൾ എന്താന്ന് അവളെ വിചാരം, വലിയ മറ്റവളാന്ന് അവളെ സംസാരം എന്താണ് അവളുടെ വിചാരം, ഇങ്ങനെയൊക്കെ പറയും. അത് മാത്രല്ല അവള് പറയുന്നത് എന്തൊക്കെയാ, അവള് കിട്ടുന്ന പൈസ നമുക്ക് പറയാൻ പറ്റുന്ന അവളെന്തിലാ അങ്ങനെയൊക്കെ പറയും. ഇനി നിങ്ങളെ കുറിച്ച് പറയും. അപ്പൊ നമ്മള് എവിടെയോ എന്തോ ഒരു തകരാറ്. അപ്പൊ നമ്മൾ ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുക എന്നെ വെച്ച് കോമഡി ചലഞ്ചല്ലേ. എത്ര ആൾക്കാർ ഒരുമിച്ച് കൊണ്ടുപോകുന്നില്ലേ പേളി, അതുപോലെ സെൽഫ് ചലഞ്ച്. ഞാൻ സ്നേഹിക്കുന്നു, അവർ തന്നെ തിരിച്ച് സ്നേഹിക്കുന്നു. ഒന്ന് കാശ് കൊടുക്കാതെ ഇരിക്കുക, അവര് മാസം മാസം ശമ്പളം കൊടുക്കാതെ. അതെന്റെ സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണ്. നമ്മൾ ഇത് ചെയ്ത ജോലിക്ക് ശമ്പളം കൊടുക്കണം, അവരെ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ, അല്ലേ പേളി? എല്ലാം ഒരു ബാലൻസ്. ഇവരൊക്കെ വർക്ക് വർക്കിംഗ് ഫോർ യു അല്ലേ അൾട്ടിമേറ്റ്ലി. ഇതിന് നിങ്ങൾ എക്സാക്ട്ലി. പക്ഷെ അവർക്കും അതിൽ നിന്ന് ഗുണം ഉണ്ടാവുന്നുണ്ട്. ലേണിംഗ്, അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്, അതോടൊപ്പം എക്സാക്ട്ലി മോണിറ്ററി ബെനിഫിറ്റ്സ്. അത് ഉള്ളതിടത്തോളം നമുക്ക് ഡയറക്ഷൻ നമ്മളൊരു ടീമായിട്ട് നമ്മൾ പോകുന്നു, ഒരു സിനിമയുടെ ഭാഗമായിട്ട് അവരെല്ലാവരും കൂടെ നിൽക്കുന്നു, അങ്ങനെ നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതിൽ ചിലപ്പോൾ അത് നന്നാവും, നന്നാവില്ല, അതൊക്കെ വേറെ സെക്കൻഡറി. പക്ഷേ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോൾ ഒരു ഗുഡ് വിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതിനു വേണ്ടി ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസം, അല്ലെങ്കിൽ അത് തന്നെയാണ് ചലഞ്ചിങ്. അത് തന്നെയാണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഹൈ ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. നമ്മളൊരു അഭിനയിച്ച സിനിമേനെ എനിക്കറിയില്ല, ബിക്കോസ് ഞാൻ അത്ര പാഷനേറ്റ് ആക്ടർ അല്ലാത്തത് കൊണ്ട്.